ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരമൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് ഒരു അരക്കപ്പ് പച്ചരി എടുക്കുക. എന്നിട്ട് അത് ഒരു 15 മിനിറ്റ് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു 7-8 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒരു അളവായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് പച്ചരി എടുക്കുക. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10 to 12 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും. ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയിട്ടെടുക്കാം. അപ്പോൾ അരി അവിടെ ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം പോകാനായിട്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ക്യാരമലൈസ് ആയിട്ട് അടിഭാഗത്തുള്ള പഞ്ചസാര ക്യാരമലൈസ് ആയി കഴിയുമ്പോൾ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ പായസത്തിന് ഒരു കരിഞ്ഞ പോലത്തെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇടവിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പഞ്ചസാര ഇവിടെ ക്യാരമലൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കട്ടെ ഇതിങ്ങനെ ക്യാരമലൈസായിട്ട് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പഞ്ചസാര എല്ലാതും ക്യാരമലൈസായി വന്നിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല, എല്ലാം അലിഞ്ഞ് ക്യാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒരു 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുമിച്ച് ഒറ്റയടിക്ക് പാലൊഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. കാരണം ഈ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് തിളച്ച് നമ്മുടെ മേത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പാത്രം നല്ല ചൂടായിട്ടിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ പഞ്ചസാര കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് പ്രശ്നമൊന്നുമില്ല. ഇത് ചൂടായി കഴിയുമ്പോൾ അതങ്ങനെ ഉരുകി സെറ്റായിക്കോളും. അപ്പോൾ ഈ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, മേത്തേക്ക് തെറിക്കാതെ ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി ഇതിലടിയിൽ കട്ടയായിട്ടുള്ള ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അടിയിലുള്ള പഞ്ചസാര എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചരി ഒരു 2 കപ്പിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. 1 കപ്പ് പച്ചരിയാണ് നമ്മൾ വേവിച്ചെടുത്തത്. വേവിച്ച് കഴിയുമ്പോൾ അത് 2 കപ്പിൻ്റെ അടുത്ത് ഉണ്ടാവും. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഈ ചോറ് ഈ പാലിട്ടിട്ടൊരു 5 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ പഞ്ചസാരയുടെ മധുരവും അതിൻ്റെ ഫ്ലേവറും ഒക്കെ ആ ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 5 മിനിറ്റ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് കട്ടിയായിക്കോളും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടും കൂടി ഒരു 1/4 കപ്പിൻ്റെ അടുത്താണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വറുത്തിട്ട് ആ പായസത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക.
ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ പായസം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ. ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുത്തോളൂ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും കൂടി പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടും. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ക്യാരമലിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ. അല്ലെങ്കിൽ നമുക്ക് ഈ പായസം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പായസത്തിൻ്റെ റെസിപ്പി. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.